തിരുവനന്തപുരത്ത് വിദേശ വനിതാ ലിഗ മരിച്ച സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏതായാലും നമ്മളോടൊപ്പം ഇപ്പോൾ അന്ന് ലിഗയെ ഇത്തരത്തിൽ കുറച്ചു ദൂരം ഓട്ടോയിൽ കയറ്റിയ ഒരു ഡ്രൈവർ ഷാജി എന്ന ഡ്രൈവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അന്ന് എത്രാം തീയതിയാണ് ചേട്ടാ ലിഗ വന്ന് വണ്ടി കയറിയത്? കഴിഞ്ഞ മാസം 14-ാം തീയതി. അന്ന് എത്ര മണിയോട് കൂടിയാണ് ഈ വണ്ടിയിൽ? രാവിലെ ഒരു 7 മണിയോട് കൂടിയാണ് എൻ്റെ വണ്ടിയിൽ ഇവിടുന്ന് മരുന്നുമുടി ജംഗ്ഷനിൽ നിന്നാണ് കയറുന്നത്. മരുന്നുമുടി ജംഗ്ഷനിൽ ഒരാളിനെ ഇറക്കുമ്പോഴത്തേക്ക് അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ബീച്ച് എന്ന് പറഞ്ഞു. ബീച്ച് പോകണമെന്ന് പറഞ്ഞു. ബീച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു സംഗമം ബീച്ചാണോ കോവളം ബീച്ചാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കോവളം ബീച്ചെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത ജംഗ്ഷനിൽ വേറെ ആൾ ഇറങ്ങാൻ എൻ്റെ വണ്ടിക്കകത്ത് ഇരിക്കുകയാണ്. അവരിരിക്കുക പിന്നെ ഈ മതം എൻ്റെ വണ്ടിക്കകത്ത് കയറി തൊട്ടടുത്ത ജംഗ്ഷനിൽ മറ്റേ ആൾ ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ വീണ്ടും പറഞ്ഞു ബീച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തൊട്ടടുത്ത കൊടുക്കുന്നില്ല ജംഗ്ഷനിൽ ഒരു എക്സ്മിലിറ്ററി ഒരു അണ്ണൻ തൊട്ടടുത്ത റോഡ് സൈഡിൽ ഒരു വീട്ടിലുണ്ട്. അപ്പോൾ വീണ്ടും ബീച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞാൽ ഒന്ന് സംസാരിച്ചൊന്ന് എന്തിനാണെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹമാണ് ഈ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവർ ഷാജീൻ്റെ അടുത്ത് കോവളം ബീച്ചാണ് പറയുന്നത്, കോവളം ബീച്ച് കൊണ്ടാക്കിവിടുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കോവളം ബീച്ച് പോകുന്നത്. കോവളം ബീച്ചിൽ എവിടെയാണ് കൊണ്ടുവന്ന് ഇറക്കി? കോവളം ബീച്ചിൽ ഗ്രോ ബീച്ചിലാണ് കൊണ്ടാക്കി വിടുന്നത്. എത്ര മണിയോടുകൂടി അവിടെ എത്തി? അവിടെ ഏകദേശം ഒരു 8 മണിയോടുകൂടി അവിടെ എത്തിക്കണം. അവരുടെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അവരുടെ കയ്യിൽ ഒന്നുമില്ല. ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തരാനുള്ള പൈസ ഞാൻ 750 രൂപ ചോദിച്ചു, എനിക്ക് 800 രൂപ തന്നു. ഞാൻ ബാക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ കൈ എടുത്ത് കാണിച്ചിട്ട് കീപ്പറ്റപ്പം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് ചെയ്തത്.